കാസർഗോഡ് നിന്നും മൈസൂരിലേക്കുള്ള ദേശീയപാത അനേകം മനോഹരമായ പട്ടണങ്ങളിൽ കൂടിയും പച്ചപ്പ് നിറഞ്ഞ ഗ്രാമങ്ങളിൽ കൂടിയും കടന്നുപോകുന്നു. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ജാൽസൂർ റോഡ് എന്നറിയപ്പെടുന്ന ഈ ദേശീയപാത ചെർക്കള ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് വളഞ്ഞ പൊളഞ്ഞ ഒരു മലമ്പാതയിലൂടെ മടിക്കേരിയിലേക്കും മൈസൂരിലേക്കും നീണ്ടുപോകുന്നു. ഈ പ്രദേശത്ത് ധാരാളം മൊട്ടക്കുന്നുകളുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞ് വളരുന്നുണ്ട്. കൃഷിയും ധാരാളമുണ്ട്. ശീമക്കൊന്നയും വട്ടയിലയും കശുവണ്ടിയും തെങ്ങും കവുങ്ങും ബദാം ചെടികളും ആൽമരവും തേക്കും പിലാവും വാഴയും എല്ലായിടത്തും കാണാം. ആദ്യമായി കാണുന്ന ഗ്രാമം മാസ്തിക്കുണ്ട് വില്ലേജാണ്. കച്ചിക്കാട് ജുമാ മസ്ജിദും ബദ്രിയ ജുമാ മസ്ജിദും SKSSFിൻ്റെ ഓഫീസും ഇവിടെ കാണാം. പ്രകടമായി തന്നെ ഒരു മുസ്ലിം പ്രദേശമാണ് മാസ്തിക്കുണ്ട്. ഫ്രണ്ട്സ് മാസ്തിക്കുണ്ട് പോലെയുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും സഫ്രാൻ റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഭക്ഷണശാലകളും ഇവിടെയുണ്ട്. CH മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. മാസ്തിക്കുണ്ട് കഴിഞ്ഞാൽ അടുത്ത ഗ്രാമം പൗവലാണ്. ഒരു ടിപ്പിക്കൽ മുസ്ലിം ലീഗ് ഗ്രാമമാണ് പൗവൽ. ധാരാളം പള്ളികളും കോഫി ഷോപ്പുകളും ബിസിനസ് സ്ഥാപനങ്ങളും പൗവലിലുണ്ട്. പള്ളികളുമായി ബന്ധപ്പെട്ട ഒരു ജീവിതശൈലിയാണ് പൗവൽ ഗ്രാമത്തിലുള്ളത്. LBS എഞ്ചിനീയറിംഗ് കോളേജ് എന്ന മഹാസ്ഥാപനം ഇവിടെ വന്നത് ഈ ഗ്രാമത്തിന് വമ്പിച്ച ഉണർവ് നൽകിയിട്ടുണ്ട്. എങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവിതശൈലിയുമായി യോജിച്ചു പോകുവാൻ പൗവൽ ഗ്രാമത്തിലുള്ളവർക്ക് സാധിച്ചിട്ടില്ല. LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് പൗവൽ ഗ്രാമവുമായി അത്രയധികം ഇഴുകിച്ചേരുവാൻ ശ്രമിക്കാറുമില്ല. പൗവൽ കഴിഞ്ഞാൽ നാം ഭവിക്കാനം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു. മുളിയാർ ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ പട്ടണമാണ് ഭവിക്കാനം. പണ്ടുകാലത്ത് മഞ്ചൽ ചുമക്കുന്ന ബോവി വംശജർ ഇവിടെ താമസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ഭവിക്കാനം എന്ന പേര് വന്നത് എന്ന ഒരു വിശ്വാസമുണ്ട്. കൂടുതൽ ആളുകളും ഭവിക്കാനത്ത് കാർഷിക വൃത്തിയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അടക്കയും കശുവണ്ടിയുമാണ് പ്രധാനപ്പെട്ട കൃഷി. ഒരു ഗ്രാമമാണെങ്കിലും നഗര സ്വഭാവമുള്ള ഒരു സ്ഥലമാണ് ഭവിക്കാനം. ധാരാളം കടകളും ഹോട്ടലുകളും മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. തിരക്ക് പിടിച്ച ഒരു ജീവിതശൈലിയാണ് ഭവിക്കാനത്ത് കാണാൻ പറ്റുന്നത്. റെസ്റ്റോറൻറ്റുകൾ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ബേക്കറികളിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങിക്കഴിക്കുന്നവരാണ് ഭവിക്കാനത്തെ ആളുകൾ. ഫാസ്റ്റ് ഫുഡ് അവർക്ക് വലിയ ഇഷ്ടമാണ്. തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ അടങ്ങി റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ പലർക്കും സമയം കിട്ടാറില്ല. ഭവിക്കാനം അങ്ങാടിയിൽ എപ്പോഴും വലിയ തിരക്കാണ്. ഇവിടെ നിന്ന് ഒരു റോഡ് പാണത്തൂരിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഭവിക്കാനത്തെ റെസ്റ്റോറൻറ്റുകളിൽ മികച്ച ഭക്ഷണത്തിന് വില കുറച്ചേ ഈടാക്കുന്നുള്ളൂ. ചെറിയ റെസ്റ്റോറൻറ്റുകളാണെങ്കിലും നല്ല രുചിയിൽ ഭക്ഷണമുണ്ടാക്കാൻ ഭവിക്കാനത്തുകാർക്ക് നല്ല പരിചയമാണ്. ടൗണിനുള്ളിൽ ഒരു വലിയ ക്രിസ്ത്യൻ പള്ളിയുമുണ്ട്. ധാരാളം ക്ഷേത്രങ്ങളും ഭവിക്കാനത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഒരു ഹരേ കൃഷ്ണ ടെമ്പിൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഭീമാകാരമായൊരു മുസ്ലിം പള്ളിയും നഗരത്തിൻ്റെ മധ്യത്തിൽ കാണുവാൻ പറ്റും. ധാരാളം ആശുപത്രികളും ക്ലിനിക്കുകളും ഇവിടെയുണ്ട്. പ്രൈമറി സ്കൂളും ഭവിക്കാനം ഹയർ സെക്കൻഡറി സ്കൂളും വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഫോറസ്റ്റ് ഓഫീസിന് സമീപം കുനിയേരി സ്റ്റോറിൽ KS ടീ സ്റ്റോൾ അറിയപ്പെടുന്ന ഒരു ഹാങ് ഔട്ടാണ്. പട്ടണത്തിൻ്റെ അരികിലുള്ള ഈ ചായക്കടയിൽ ഇരുന്നാൽ പാണത്തൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കാൻ നല്ല എളുപ്പമുണ്ട്. വളഞ്ഞു പുളഞ്ഞ ഈ റോഡ് ഒരു നല്ല ഫോട്ടോ ഓപ്പർച്യൂണിറ്റി നൽകുന്നു. ഭവിക്കാനം പട്ടണം കഴിഞ്ഞാൽ കർമ്മന്തൊടി ഗ്രാമമാണ്. മനോഹരമായൊരു ജംഗ്ഷനാണ് കർമ്മന്തൊടിയിലുള്ളത്. ഇവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ ധാരാളം മരങ്ങൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് വേനൽക്കാലത്ത് കുളിർമയോടെ ബസ്സിന് കാത്തു നിൽക്കാൻ പറ്റുന്നു. ഇവിടെ ഇരുന്നാൽ പെട്ടെന്ന് മടുക്കുകയില്ല. ആദ്യത്തെ ബസ് വരുമ്പോൾ അല്പം കൂടി ഇരിക്കാം, അടുത്ത ബസ്സിന് പോകാമെന്ന് കരുതുന്നവരാണ് കർമ്മന്തൊടിയിലെ ആളുകൾ. വൈകുന്നേരം കൂട്ടുകാർക്കൊപ്പം മണിക്കൂറുകളോളം ഇരിക്കുവാനും സ്വറ പറയുവാനും പറ്റിയ സ്ഥലമാണ് കർമ്മന്തൊടി ബസ് സ്റ്റേഷൻ.
ധാരാളം ഗവൺമെൻറ് ഓഫീസുകളും ഇവിടെയുണ്ട്. ഹോട്ടലുകൾ ചെറുതാണെങ്കിലും മികച്ച ഭക്ഷണം നൽകുന്നുണ്ട്. ഒരു വലിയ ഓഡിറ്റോറിയവും സിനിമാ ടാക്കീസും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 മിനാരങ്ങളുള്ള ഒരു മുസ്ലിം പള്ളിയും അതിനു പുറകിൽ ഒരു മദ്രസയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കർമ്മംതടി കഴിഞ്ഞാൽ പൂവെടുക്ക ഗ്രാമമാണ്. ഏതാനും ഹോട്ടലുകളും ഷോപ്പുകളും മാത്രമേ ഇവിടെയുള്ളൂ. ഒരു സ്പെഷ്യൽ സ്കൂളും ഇവിടെയുണ്ട്. പ്രശാന്ത സുന്ദരമായ ഈ ഗ്രാമത്തിൽ ധാരാളം പാർക്കിംഗ് സൗകര്യമുണ്ട്. ഫോട്ടോജനിക്കായ ഒരു ഗ്രാമമാണ് പൂവെടുക്ക എന്ന് പറയാൻ നമുക്ക് സാധിക്കും. പൂവെടുക്ക ഗ്രാമം കഴിഞ്ഞാൽ മുള്ളേരിയ പട്ടണത്തിൽ എത്തിച്ചേരുന്നു. 3 കൂടിയ ഒരു ജംഗ്ഷനാണ് മുള്ളേരിയ പട്ടണം. ഇംഗ്ലീഷ് ഭാഷയിലെ വൈ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് മുള്ളേരിയ പട്ടണം ഉണ്ടാക്കിയിട്ടുള്ളത്. കിഴക്ക് ഭാഗത്തേക്കുള്ള റോഡ് മൈസൂരിലേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡ് കാസർഗോഡേക്കും കടന്നു പോകുന്നു. വടക്ക് ഭാഗത്തേക്കുണ്ടായിരിക്കുന്ന റോഡ് ബദിയടുക്ക വഴി കുംബ്ലയിലേക്ക് കണക്ട് ചെയ്യുന്നു. ധാരാളം ഹോട്ടലുകളും ഇവിടെയുണ്ട്. ചെറിയ ടീ ഷോപ്പുകളാണ് കൂടുതലായി ഇവിടെ കാണപ്പെടുന്നത്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇവിടെയുള്ള ഭക്ഷണശാലകൾ. മുള്ളേരിയ പട്ടണത്തിലെ ഏറ്റവും മികച്ച ഹോട്ടൽ മധുര ഹോട്ടലാണ്. BMS ശിവാജി ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. വളരെ രുചികരമായ പഴംപൊരി ഇവിടെ കിട്ടും. ചായയും കാപ്പിയും കഴിക്കുന്നതിന് പകരം കഷായമാണ് ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നത്. കുരുമുളകും മല്ലിയും ജീരകവും പഞ്ചസാരയും പാലിൽ ചാലിച്ചതാണ് കഷായം എന്ന ചൂടുള്ള പാനീയം. ധാരാളം ബേക്കറികളും ഈ നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കാസർഗോഡ് റോഡിൽ ഒരു ഓഡിറ്റോറിയവും റെസ്റ്റോറൻറ്റും ആധുനികമായൊരു ബിൽഡിങ്ങിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനവധിയുണ്ട്. ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും കോച്ചിങ് സെൻ്ററുകളും ഇവിടെയുണ്ട്. മുള്ളേരിയയിലെ ഹൈസ്കൂൾ അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളിലെ കുട്ടികളും പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ധാരാളം ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളും ഇവിടെ കാണാൻ പറ്റും. സൂപ്പർ മാർക്കറ്റുകൾ നല്ലപോലെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. കാസർഗോട്ടേക്ക് 25 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് മുള്ളേരിയക്കാർ അത്രയും ദൂരം പോയി ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ നഗരം ഇത്രയധികം വളർന്നത്. മുള്ളേരിയ നഗരത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയുടെ കാരണം ഞങ്ങൾ ടെക്സ്റ്റൈൽ വ്യാപാരിയായ ശ്രീ അബ്ദുള്ള ബോവിക്കാനത്തോട് ചോദിച്ചറിഞ്ഞു. മുള്ളേരിയ നഗരത്തിൽ റൊമാന വിമൻസ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനം നടത്തുകയാണ് മുൻപ് കണ്ണൂർ ലൂലു സാരീസിൻ്റെ മാനേജറായിരുന്ന ശ്രീ അബ്ദുള്ള ബോവിക്കാനം. മുമ്പ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഇവിടെ ജോലി ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ പല PSC പരീക്ഷയും അത് രാഷ്ട്രീയക്കാർക്കേ കിട്ടുന്നുള്ളൂ, നമ്മളെ പോലത്തെ പാവങ്ങൾക്ക് കിട്ടുന്നില്ല. അക്കാരണം കൊണ്ട് കൂടുതൽ ഇപ്പോൾ ഗൾഫ് ആശ്രയിക്കാൻ തുടങ്ങി. ഗൾഫ് ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു $10,000 ആണെങ്കിൽ 10 പേര് $1,00,000 ആയില്ലേ. ഇങ്ങനെ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഗൾഫ് ആശ്രയിച്ചു. ഗൾഫിൽ കൂടുതൽ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗൾഫിൻ്റെ ഒരുപാട് പണംപരായി. മുള്ളേരത്ത് ഒരുപാട് ഗൾഫുകാരാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത്. അതും ബിസിനസ്സുകാരാണ്. പഴയ മാതിരിയൊന്നുമല്ല ഇന്ന്. ഇന്നലെ എല്ലാ ചെറുപ്പക്കാർക്കെല്ലാം വിദ്യാഭ്യാസമുണ്ട്, പഴയ കാലം മാതിരിയല്ല. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് നല്ല നല്ല ഉയർന്ന ജോലികളും പദവികളെല്ലാം വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ട്. അത് നല്ല ശമ്പളമുണ്ട് അവർക്ക്. ആ ശമ്പളത്തിനനുസരിച്ചിട്ട് മുള്ളേരിയ ടൗണിന് ഒരുപാട് വികസനം വർദ്ധിച്ചിട്ടുണ്ട്. പഴയ മുള്ളേരിയ അല്ല, അതാണ് രഹസ്യം. പിന്നെ ഒന്ന് പറഞ്ഞ് അതന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെ കണ്ണിലും കൃഷിക്കാർക്കൊന്നും കൊള്ളാത്തവരെന്ന് എല്ലാവരുടെ വിചാരം. ഇപ്പോൾ പറഞ്ഞെങ്കിൽ കൃഷി എന്ന് വെച്ചാൽ ഒരുപാട് വികസനത്തിൻ്റെ ഇത് തന്നെയാണ്. കാരണം ഇന്ന് 1 ഏക്കർ 1.5 ഏക്കർ 2 ഏക്കർ പ്ലോട്ട് ഇല്ലാത്തവർ ആരും കൃഷിക്കാരില്ല. അപ്പോൾ എല്ലാവരുടെ കണ്ണിലും കുറച്ച് ഇതാകുമ്പോൾ കൃഷിക്കാരുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ കൃഷിക്കാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ 1. പക്ഷെ അവരെ പൈസ പുറത്ത് കാണാൻ ആർക്കും കഴിയില്ല, എങ്കിലും അവരുടെ കയ്യിൽ നല്ല പൈസയുണ്ട്. പക്ഷെ ഓക്കെ മുള്ളേരിയ പട്ടണം കഴിഞ്ഞാൽ ആദൂർ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ പറ്റും. ചെറിയ ഗ്രാമമാണെങ്കിലും വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ആദൂർ. അതിന് കാരണം ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയും ഹൈസ്കൂളും പോലീസ് സ്റ്റേഷനും പോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടുമാണ്. ഫെസ്മാസ് എന്ന പേരിൽ പ്രശസ്തമായ ഒരു ഓഡിറ്റോറിയവും ഇവിടെയുണ്ട്.
സുള്ളിയക്കാരും കാസർഗോട്ടുകാരും ഇവിടെ വെച്ച് കല്യാണം നടത്താറുണ്ട്. ധാരാളം പാർക്കിംഗ് സൗകര്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ആദൂരിലെ ഫെസ്മാസ് ഓഡിറ്റോറിയം കല്യാണങ്ങൾ നടത്തുവാൻ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുന്നത്. ആദൂർ ഗ്രാമം കഴിഞ്ഞാൽ പടിയത്തടുക്ക ഗ്രാമം കാണുവാൻ പറ്റും. ചെറിയ ഹോട്ടലുകളും ഷോപ്പുകളും ഇവിടെയുണ്ട്. ഗ്രാമത്തിൻ്റെ മധ്യത്തിൽ മജ്ലിസ് ഗേറ്റ് എന്ന ഒരു കവാടം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടും. ഈ വഴി 1 കിലോമീറ്റർ നടന്നാൽ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തിച്ചേരാൻ പറ്റും. ചുറ്റുഭാഗത്തും പച്ചപ്പ് നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശമാണ് മജ്ലിസ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ലൊക്കാലിറ്റി. ഈ വലിയ സ്കൂൾ ഈ ഗ്രാമത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയിരിക്കുന്നു. പടിയത്തടുക്ക ഗ്രാമം കഴിഞ്ഞാൽ ഗാളിമുഖ പട്ടണം കാണുവാൻ പറ്റും. കേരള ഗവൺമെൻറ് ഇവിടെ ഒരു ടിമ്പർ ഡിപ്പോ സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം ഷോപ്പുകളും ചായക്കടകളും ഗാളിമുഖ പട്ടണത്തിൽ കാണുവാൻ പറ്റും. ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റ് ഹോട്ട് ഫുഡ് റെസ്റ്റോറൻ്റാണ്. ചോറും കറികളും മീൻ പൊരിച്ചതും കൂടി കഴിച്ചപ്പോൾ 80 രൂപ മാത്രമേ ഇവിടെ ചാർജ് ചെയ്തുള്ളൂ. ചെറിയ പട്ടണമാണെങ്കിലും ഇവിടെ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. YH സെൻറ്റർ എന്ന പേരാണ് ഈ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന് നൽകിയിട്ടുള്ളത്. പ്രതിമാസം 5000 രൂപ നിരക്കിലാണ് മുറികൾ വാടകയ്ക്ക് കൊടുക്കുന്നതെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉടമസ്ഥൻ യൂസഫ് ഹാജി മലബാർ മാഗസിനോട് വെളിപ്പെടുത്തി. തൊട്ടടുത്തുള്ള മൗണ്ട് 11 ഖലീൽ സാല സ്കൂൾ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. മുസ്ലിം മാനേജ്മെൻറ്റുള്ള ഈ സ്കൂളിൽ മതപഠനത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഗാളിമുഖ കഴിഞ്ഞാൽ കൊട്ടിയാടി ഗ്രാമം കാണുവാൻ പറ്റും. ചെറിയൊരു ജംഗ്ഷനാണ് കൊട്ടിയാടി. ധാരാളം തട്ടുകടകൾ ഇവിടെ കാണുവാൻ പറ്റും. കർണാടകക്കാർ കൂടുതലായി താമസിക്കുന്ന ഒരു ഗ്രാമമാണ് കൊട്ടിയാടി ഗ്രാമം. കൊട്ടിയാടി കഴിഞ്ഞാൽ പഞ്ചിക്കൽ ഗഡി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള കർണാടക അതിർത്തി കാണുവാൻ പറ്റും. കർണാടകയിൽ ലോട്ടറി നിരോധിച്ചതുകൊണ്ട് കേരള സൈഡിൽ ധാരാളം ലോട്ടറി സ്റ്റാളുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിർത്തി കടന്ന് മോട്ടോർ സൈക്കിളിലും നടന്നും വരുന്ന കർണാടകക്കാർ ലോട്ടറി ടിക്കറ്റ് എടുത്ത് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. പഞ്ചിക്കൽ ഗഡിയിൽ മഞ്ചത്തെടുക്ക ദർഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അതിനു പുറമെ ഇവിടെ ഒരു ഖുർആൻ സ്കൂളും സ്ഥാപിച്ചിട്ടുണ്ട്. 13ഓളം കുട്ടികൾ ഇവിടെ ഖുർആൻ മനഃപ്പാഠമാക്കുവാൻ വേണ്ടി ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. ഈ മദ്രസയിലെ ഉസ്താദ് എന്നെ ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും പത്തിരിയും ചിക്കൻ കറിയും തന്ന് സൽക്കരിക്കുകയും ചെയ്തു. കോക്കനട്ട് മസാല ചേർത്ത രുചികരമായ ഈ ചിക്കൻ കറി ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. പഞ്ചിക്കൽ ഹാങ്ങിങ് ബ്രിഡ്ജ് ചെമ്പോൽ ഗ്രാമത്തിലാണ്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ജാൽസൂർ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് 3 കിലോമീറ്റർ മുമ്പാണ് പഞ്ചിക്കൽ ഹാങ്ങിങ് ബ്രിഡ്ജ്. ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് കുറേയധികം കടകൾ ഹൈവേയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള റോഡ് പുത്തൂർ റോഡിൽ യോജിക്കുന്ന സ്ഥലം ജാൽസൂർ ജംഗ്ഷൻ എന്നറിയപ്പെടുന്നു. അല്പം കൂടി മുന്നോട്ട് പോയാൽ സുബ്രഹ്മണ്യയിലേക്കുള്ള ഡൈവേഷൻ ആരംഭിക്കുന്ന പൈച്ചാർ ജംഗ്ഷനുമുണ്ട്. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വീതിയുള്ള റോഡുകളും മനോഹരമായ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറുകളും ജാൽസൂർ ജംഗ്ഷൻ എത്തിയതോടുകൂടി കാണുവാൻ പറ്റും. കുറെ കൂടി പുരോഗമിച്ച ഒരു സംസ്ഥാനമായ കർണാടകയുടെ ഒരു ഫീലിംഗ് അതിർത്തി കടക്കുന്നതോടുകൂടി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജാൽസൂർ ജംഗ്ഷനിൽ നിന്ന് 9 കിലോമീറ്റർ യാത്ര ചെയ്താൽ സുള്ളിയ പട്ടണത്തിൽ എത്തിച്ചേരാൻ പറ്റും. കർണാടകയിലെ പ്രധാനപ്പെട്ട ഒരു താലൂക്ക് ആസ്ഥാനമാണ് സുള്ളിയ നഗരം. ഒരു വലിയ KSRTC ബസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും പുത്തൂരിലേക്ക് 37 കിലോമീറ്ററും മടിക്കേരിയിലേക്ക് 51 കിലോമീറ്ററും ദൂരമുണ്ട്. മംഗലാപുരത്തേക്ക് 87 കിലോമീറ്ററാണ് ദൂരം. ധാരാളം റെസ്റ്റോറൻറ്റുകൾ സുള്ളിയ നഗരത്തിൽ എവിടെ നോക്കിയാലും കാണുവാൻ പറ്റും. കേരള ശൈലിയിലുള്ള ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ കൂടുതലും നോൺ വെജിറ്റേറിയനാണ്. എന്നാൽ കർണാടക ശൈലിയിലുള്ള റെസ്റ്റോറൻറ്റുകൾ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കൊടുക്കുന്നത്. കുറെ കൂടി ചെലവ് ചുരുങ്ങിയ ഭക്ഷണശാലകളും കർണാടകക്കാരാണ് നടത്തുന്നത്. ലക്ഷ്മി വിലാസ് ഹോട്ടൽ KSRTC ബസ് സ്റ്റേഷന് എതിർവശത്താണ്. ഫിഷ് ഐറ്റംസും മീറ്റ് ഐറ്റംസും ഇവിടെ ലഭിക്കും.
വളരെ വ്യാപകമായ വെറൈറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ നൽകുന്നത്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായതുകൊണ്ട് കർണാടകക്കാരും കേരളക്കാരും ലക്ഷ്മി വിലാസ് ഹോട്ടൽ ഇഷ്ടപ്പെടുന്നു. കർണാടക ശൈലിയിലുള്ള മികച്ച മീൻകറിയും ചിക്കൻ കറിയും കഴിക്കുവാൻ വേണ്ടി മലയാളികൾ ലക്ഷ്മി വിലാസ് ഹോട്ടലിൽ എത്തിച്ചേരുന്നു. അതുപോലെ ഉടുപ്പി ഗാർഡൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് മൈസൂരിലേക്കുള്ള ഹൈവേയുടെ തുടക്കത്തിലാണ്. സൗത്ത് ഇന്ത്യൻ ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും ചൈനീസ് ഫുഡും ജെയിൻ ഭക്ഷണവും ഇവിടെ ലഭിക്കും. എയർ കണ്ടീഷൻഡ് റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്. സുള്ളിയിലെ KVG ഗ്രൂപ്പ് മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും നടത്തുന്നു. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ധാരാളമായി KVG സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഹോസ്റ്റലുകളിലും PGകളിലും താമസിക്കുന്ന അവർക്ക് കേരള ഭക്ഷണം ലഭിക്കുവാൻ ധാരാളം ക്യാൻറ്റീനുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളവുമായി അടുത്തു നിൽക്കുന്നതുകൊണ്ടും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 60 കിലോമീറ്റർ മാത്രം ദൂരമുള്ളതുകൊണ്ടും മലയാളി വിദ്യാർത്ഥികൾ സുള്ളിയിൽ പഠിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. സുള്ളിയിലെ മുസ്ലിങ്ങൾ കൂടുതലും സുന്നികളാണ്. പരമ്പരാഗതമായ ശൈലിയിൽ ജീവിക്കുവാനും ദർഗകൾ സന്ദർശിക്കുവാനും അവർ ഇഷ്ടപ്പെടുന്നു. മുനവ്വറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ പോലെയുള്ള മതപഠന കേന്ദ്രങ്ങളും സുള്ളിയിലുണ്ട്. മലബാർ മാഗസിൻ ഈ മദ്രസ സന്ദർശിക്കുകയും സദർ ഉസ്താദ് സിറാജ് സാഹിബിനെ പരിചയപ്പെടുകയും ചെയ്തു. അതുപോലെ ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങളും ഇവിടെ കാണാൻ പറ്റും. അടിസ്ഥാനപരമായി ഒരു ഹിന്ദു സംസ്കാരമാണ് സുള്ളിയിലുള്ളത്. വെജിറ്റേറിയൻ ഭക്ഷണത്തിനും പച്ചക്കറി കടകൾക്കും ഇവിടെ വലിയ പ്രാധാന്യമാണ്. കാസർഗോട്ടുള്ള പച്ചക്കറി കടകളേക്കാൾ കൂടുതൽ സ്റ്റോക്കും കൂടുതൽ വൈവിധ്യവും സുള്ളിയിലുള്ള പച്ചക്കറി കടകളിൽ കാണുവാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നതും പച്ചക്കറി വാങ്ങിക്കുവാനാണ്. എന്നാൽ ഇറച്ചിയും മീനും വിൽക്കുന്ന കടകളിൽ അത്ര തിരക്ക് കാണുവാനില്ല. ഭാരതീയമായ ശൈലിയിൽ പച്ചക്കറി ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകൾ സുള്ളിയിൽ ധാരാളമായി താമസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ശ്രീരാംപേട്ടിൽ മെയിൻ റോഡിൽ ഹോട്ടൽ ദ്വാരക അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ വൈൽഡ് കഫേ റെസ്റ്റോ പുത്തൂർ റോഡിൽ മോട്ടോറിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പിറ്റ് സ്റ്റോപ്പാണ്. ധാരാളം മരത്തിൻ്റെ ബെഞ്ചുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുവാൻ വൈൽഡ് കഫേ റെസ്റ്റോക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഹൈവേയിൽ തന്നെ ആയതുകൊണ്ടും ധാരാളം പാർക്കിംഗ് സൗകര്യമുള്ളതുകൊണ്ടും യാത്രക്കാർ ഇവിടെ വാഹനം നിർത്തി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. വളരെ വലിയൊരു പട്ടണമാണ് സുള്ളിയെങ്കിലും ലോഡ്ജുകൾക്ക് ഇവിടെ വാടക കുറവാണ്. ബാംഗ്ലൂർ റോഡിൽ ജുമാ മസ്ജിദിൻ്റെ എതിർഭാഗത്ത് ജനതാ റീജൻസി 600 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. സുള്ളി കഴിഞ്ഞാൽ അടുത്ത വലിയ പട്ടണം മടിക്കേരിയാണ്. ജില്ലാ ആസ്ഥാനമാണ്. ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്. സുള്ളിയിൽ നിന്ന് 52 കിലോമീറ്റർ ദൂരമുണ്ട്. മടിക്കേരി കഴിഞ്ഞാൽ അടുത്ത വലിയ പട്ടണം ഹുൻസൂറാണ്. മൈസൂർ ജില്ലയിലെ ഒരു താലൂക്ക് ആസ്ഥാനമാണ്. ടിമ്പർ ഇൻഡസ്ട്രിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഹുൻസൂർ നഗരം. മടിക്കേരിയിൽ നിന്ന് 73 കിലോമീറ്റർ ദൂരമുണ്ട്. ഹുൻസൂർ കഴിഞ്ഞാൽ 46 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ മൈസൂരിൽ എത്തിച്ചേരാൻ പറ്റും. ഇത്തരത്തിൽ മൊത്തം 6 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു റൂട്ടാണ് കാസർഗോഡ് സുള്ളിയ മൈസൂർ റൂട്ട്. മംഗലാപുരം വഴി മൈസൂരിലേക്ക് പോകുന്നതിനേക്കാൾ കുറെ കൂടി സമയം ലാഭിക്കുവാൻ സുള്ളിയ റൂട്ടിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ കൂടുതലായി ഇതിലൂടെ കടന്നു പോകുന്നു. ബസ് സർവീസുകളും ഈ റൂട്ടിലുണ്ട്. എങ്കിലും തീവണ്ടികൾ മംഗലാപുരം സക്ലേഷ്പൂർ വഴിയാണ് കടന്നു പോകുന്നത്.